നീ എന്തായി പറയുന്നേ? അവൾ മരിച്ചില്ലെന്നോ? അതെ സാർ, ഉറങ്ങി എണീറ്റ പോലെ ഇതാ കണ്ണു തുറന്നു. അത്രയും പവർഫുള്ളായ പോയിസണിൽ നിന്നും രക്ഷപ്പെടാൻ അവളെന്താ ദേവതയോ മറ്റോ ആണോ? അതെ സാർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ പറയുന്നേ. അവര് ബോധം കെട്ടതല്ല സാർ, ക്ഷീണം കൊണ്ട് തലചുറ്റി വീണതാ. നീ ഞാൻ തന്ന വിഷം പൂവിൽ സ്പ്രേ ചെയ്തോ ഇല്ലയോ? ചെയ്തു സാർ. സാറ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെയാ ആ പൂവില് മുഴുവനും വിഷം സ്പ്രേ ചെയ്തത്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ വസു ഇതുവരെ ചത്തില്ല സാർ. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല സാർ. അത് ഞാൻ പറഞ്ഞാ മതിയോ? നീ ലൈനിൽ തന്നെ ഉണ്ടോ? എന്തുപറ്റി? ആരടാ നീ? എന്തിനാണ് എന്റെ വൈഫിനെ കൊല്ലാൻ ശ്രമിച്ചത്? പറയടാ. മുല്ലപ്പൂല് വിഷം വെച്ച് എന്റെ ഭാര്യ എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചത്? പറയടാ. നിന്നെ അയച്ചതാര്? പറയുന്നുണ്ടോ ഇല്ലയോ? എനിക്കൊന്നും അറിയില്ല സാറേ, എന്നെ വിട്ടേക്ക്. മര്യാദക്ക് പറഞ്ഞില്ല കൊന്നുകളാടാ പട്ടി. പറയടാ. ഹലോ സാർ, ഞാൻ രക്ഷപ്പെട്ടു വന്നു സാർ. നീ എങ്ങനെയാ കുടുങ്ങിയേ? നമ്മുടെ പ്ലാൻ അയാൾക്ക് എങ്ങനെ മനസ്സിലായി? അറിയില്ല സാർ. സാറ് പറഞ്ഞ പോലെ അയാളൊരു സാധാരണക്കാരനല്ല. നീ എന്റെ പേര് വല്ലതും പറഞ്ഞോ? എത്ര അടിച്ചിട്ടും ഞാൻ പറഞ്ഞില്ല സാർ. രക്ഷപ്പെട്ടു വന്നു. ഇപ്പൊ എന്ത് ചെയ്യണം സാർ? ഉടനെ അവിടെ നിന്ന് സ്ഥലം വിട്ടു പോ. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ശരി സാർ. പൂവിൽ പോയിസൺ സ്പ്രേ ചെയ്തത് അഭിരാം എങ്ങനെ മനസ്സിലാക്കി? എനിക്കൊന്നുമില്ല ഏട്ടാ. ഏട്ടൻ ടെൻഷനാകാതെ. ഏട്ടൻ പറഞ്ഞതുപോലെ ഞാൻ റെസ്റ്റ് എടുക്കുകയല്ലേ. ഇപ്പൊ ദാ പാല് വരെ ഞാൻ കുടിച്ചു. ഏട്ടനൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. അതല്ല വസുന്ധര,
ഇതെങ്ങനെ മുറിഞ്ഞു? എന്താ പറ്റിയത്? ചെറിയൊരു മുറിവാ. ബ്ലഡ് വന്നോണ്ടിരിക്കുക. ചെറിയ മുറിവെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഏട്ടൻ ഇവിടെ ഇരിക്കും. ഇന്ന് താൻ വലിയൊരു ആപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. എനിക്ക് ആപത്തെന്നോ? ആരോ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഏട്ടൻ എന്താ ഈ പറയുന്നേ? എന്നെങ്ങനെ ആരെ കൊല്ലാൻ നോക്കുന്നേ? അതറിയാൻ വേണ്ടി തന്നെ ഞാൻ ഇവിടുന്ന് പോയത്. ഒരുത്തൻ എൻ്റെ കയ്യിൽ കിട്ടിയതാ, പക്ഷെ അവൻ രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു. ആരേട്ടാ? ആരാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. രാവിലെ തൊട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ തനിക്ക് വാങ്ങിക്കൊണ്ടുവന്ന മുല്ലപ്പൂവില് അവൻ പോയിസൺ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഏട്ടൻ എങ്ങനെ അറിഞ്ഞത്? ഞാൻ ഇങ്ങോട്ട് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അത് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പാടി. വാങ്ങിയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടാണല്ലോ വരുന്നത്. പിന്നെ ഇത്ര പെട്ടെന്ന് എങ്ങനെ പാടിയേ? ആ മുല്ലപ്പൂ കളഞ്ഞിട്ട് ഞാൻ വേറെ പൂവാ വാങ്ങിക്കൊണ്ട് വന്നേ. ആ സമയത്ത് ആരോ പുറത്തുനിന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ചെറിയ ഡൗട്ട് അടിച്ചപ്പോൾ ഡോക്ടർ പോയതിനു ശേഷം ഞാൻ പുറത്തേക്ക് പോയി. ഒരുത്തനെ കൈ കെട്ടി. കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷെ മെയിൻ ആൾ അവനല്ല. അവൻ ഇവിടേക്ക് അയച്ചത് മറ്റാരോ ആണ്. ആരാ ഏട്ടാ അത്? എന്നെ കൊന്നിട്ട് അവൻ എന്ത് കിട്ടാനാ ഏട്ടാ? അത് ഞാൻ കണ്ടുപിടിക്കാം വസുന്ധര. അതുവരെ താനൊന്ന് സൂക്ഷിച്ച് വേണം നടക്കാൻ. അതിനുവേണ്ടിയാ ഞാനിതെല്ലാം തന്നോട് പറഞ്ഞേ. നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. നിന്റെ ദേഹത്ത് ഒരു പോറല് പോലും പറ്റില്ല. ആ ക്രിമിനൽസ് ആരായിരുന്നാലും ശരി, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കണ്ടുപിടിക്കും. നമുക്ക് ആരാ ഏട്ടാ ശത്രുക്കളായിട്ടുള്ളത്? പറയാൻ പറ്റില്ല വസു. അത് ചിലപ്പോ ആര് വേണമെങ്കിലോ. പക്ഷെ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. ഒരുപക്ഷെ സുമിത്ര മാഡത്തിനെ കൊല്ലാൻ ശ്രമിച്ചവരാണോ നമ്മളിപ്പോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? ആയിരിക്കാം. ഒരു തവണ നീയും പിന്നെ ഒരു തവണ ഞാനും സുമിത്ര മാഡത്തിനെ രക്ഷപ്പെടുത്തിയതല്ലേ. നമ്മളവരെങ്ങനെ രക്ഷിക്കുന്നുണ്ടാവാം ക്രിമിനൽസ് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്. മാത്രമല്ല, നീ വെഡിങ് ഈവൻസ് ചെയ്യല്ലേ ഇപ്പോൾ? ആ ഈവൻസ് നമ്മുടെ കമ്പനി കിട്ടാതെ തടഞ്ഞവരുണ്ടല്ലോ. ചിലപ്പോൾ ഇത് അവരുടെ പണിയായിരിക്കാം. ആരാണെങ്കിലും ശരി, ഇത് ഞാൻ നോക്കിക്കോളാം വസുന്ധര. നമുക്ക് സുമിത്ര മാഡത്തിനോട് പറഞ്ഞാലോ? വേണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലോ? എനിക്കെന്ത് സംഭവിക്കാനാ? എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. നമുക്ക് പോലീസിനോട് പറയാം, അവര് നോക്കിക്കോളും. ഞാൻ നോക്കിക്കോളാം വസുന്ധര. നിന്നെ നോക്കേണ്ടത് എന്റെ കടമയാ. അങ്ങനല്ല ഏട്ടാ. എന്നെ തനിക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. പക്ഷേ താൻ സൂക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ തന്നോട് ഇത് പറഞ്ഞത്. താൻ പേടിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ പറയില്ലായിരുന്നു. എനിക്ക് പേടിയല്ല ഏട്ടാ. പിന്നെ എന്താ ഇത്? കഷ്ടങ്ങൾ വന്ന ദൈവത്തോടും പ്രശ്നങ്ങൾ വന്ന പോലീസിനോട് പറയുന്നത് മാത്രമല്ല, അതെല്ലാം നമ്മൾ വേണം ധൈര്യത്തോടെ നേരിടാൻ. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താ പിന്നെ നമുക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇന്ന് ചടങ്ങുള്ളതാ. തനിക്ക് ഇഷ്ടമുള്ള കൃഷ്ണാഷ്ടമി. അല്പസമയത്തിനുള്ളിൽ തന്നെ ജോത്സ്യം വരും. അതുവരെ തൽക്കാലം എന്താ റെസ്റ്റ് എടുക്കാം.
എനിക്ക് റെസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. ഇന്നത്തെ ഈ ദിവസം മുഴുവനും എനിക്ക് ഏട്ടനെ ശ്രദ്ധിച്ചേ പറ്റൂ. എന്നോട് പറയാതെ ഏട്ടൻ എങ്ങും പോകരുത്. അത് കൊള്ളാലോ. തനിക്ക് ഞാനാണ് സെക്യൂരിറ്റി എന്ന് വിചാരിച്ചപ്പോ എനിക്ക് താൻ സെക്യൂരിറ്റി ആവുകയാണോ? നമ്മൾ പരസ്പരം സഹായിക്കണം. എനിക്ക് ഏട്ടനും ഞാനും. എന്താ ഇത്? മുല്ലപ്പൂവിൽ വിഷം സ്പ്രേ ചെയ്ത് വസുവിനെ കൊല്ലാൻ നോക്കിയപ്പോ എന്റെ പ്ലാൻ മിസ്സായി. ഭാഗ്യത്തിന് എന്റെ പേര് പുറത്തു വന്നില്ല. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തു കൊണ്ടു. എന്നാൽ ആ വസുവിനെ വിടാൻ പാടില്ല. ഇനിയൊരു പ്ലാൻ ഉണ്ടാക്കണം. ചന്ദ്രശേഖര, ഇതാ വരുന്ന ചേച്ചി. ആനന്ദ്, വൈഷ്ണവി. എന്താ ചേച്ചി? നിങ്ങൾക്ക് എല്ലാവർക്കും കൃഷ്ണാഷ്ടമി ആശംസകൾ. ഈ കാര്യം പറയാനാണോ വിളിച്ചതമ്മേ? ഇന്നൊരു നല്ല ദിവസമാ. സോ വാട്ട്? നല്ലൊരു ദിവസമാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങളുടെ കുട്ടിക്കാലത്ത് കൃഷ്ണന്റെ വേഷവും ഗോപികയുടെ വേഷവും ഇട്ട് കൃഷ്ണാഷ്ടമി ആഘോഷിക്കാറുണ്ടായിരുന്നു. ആ കാര്യമൊക്കെ എന്തിനാ അമ്മ ഇപ്പൊ പറയുന്നേ? കുട്ടിക്കാലത്തെ കാര്യങ്ങൾ എങ്ങനെ ഓർമ്മയുണ്ടാവും? മാറ്റർ എന്താന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറയമ്മേ. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എവിടെയാ ചേച്ചി? വസുവിന്റെ വീട്ടിലേക്ക്. അവരുടെ വീട്ടിലോ? എന്തിന്? അവിടെ നടക്കുന്ന കൃഷ്ണാഷ്ടമി ആഘോഷത്തിൽ പങ്കെടുക്കാനായി. ഓ, ബോറിംഗ് അമ്മേ, ഞങ്ങൾ വരുന്നില്ല. വരണം വൈഷ്ണു. ആ ആഘോഷം കണ്ടാൽ നിങ്ങൾക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഉണ്ടാവും. ആ മെമ്മറീസ് ഒക്കെ ആർക്ക് വേണോ അമ്മേ? എന്നാലും വെറും ഒരു മാനേജറിന്റെ വീട്ടിലേക്ക്, അതും ആ സെക്യൂരിറ്റിയുടെ വീട്ടിലേക്ക് നമ്മൾ എന്തിനു പോണം? അങ്ങനെ പറയല്ലേ ആനന്ദ്. ആഘോഷങ്ങൾക്ക് യോഗ്യത ഒരിക്കലും നോക്കരുത്. ഭക്തിയോടെ ചെയ്യുന്നതിന് വസു മാനേജറാണെന്നോ അഭിരാം സെക്യൂരിറ്റി ആണെന്നോ ഒന്നുമില്ല. അവർ രണ്ടുപേരും എന്റെ ജീവൻ രക്ഷിച്ചവരാണ്. ആ കാര്യം മറക്കരുത് നിങ്ങൾ. അതൊക്കെ അമ്മ ഓർത്താ മതി. ഞങ്ങളത് ഓർക്കേണ്ട ഒരു ആവശ്യമില്ല. അവര് രണ്ടുപേരും ചേട്ടനെ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തു. അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരണോ? വസുവിന്റെ വീട്ടിൽ പോയാൽ അവളെ ഏതെങ്കിലും വിധത്തിൽ കൊല്ലാൻ ഒരു മാർഗം കിട്ടും. ഇത് നല്ലൊരു ചാൻസാ. തീർച്ചയായും പോണം. ആനന്ദ്, വൈഷ്ണു, അമ്മ പറയുന്നതിൽ എതിര് നിൽക്കരുത്. നമ്മൾ വസുവിന്റെ വീട്ടിൽ പോകണം. കൃഷ്ണാഷ്ടമി ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. സോറി ചെറിയച്ച, വേണമെങ്കിൽ നിങ്ങളെല്ലാരും പൊയ്ക്കോ. എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടിയുണ്ട്. എനിക്കും ഉണ്ട്. എന്റെ ഫ്രണ്ട്സുമായിട്ട് ട്രീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാനും അങ്ങോട്ടാ പോകുന്നത്. വാ വൈഷ്ണവി, നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് പോണം. ആനന്ദ്, വൈഷ്ണു, നിൽക്ക്. നല്ലൊരു ദിവസത്തിൽ പാർട്ടിയും പബ്ബുവോ? വേണ്ട ചേച്ചി, അവർ കൊച്ചുകുട്ടികളല്ലേ. വസുവിന്റെ വീട്ടിൽ നമുക്ക് പോകാം. ചേച്ചി ഇറങ്ങിക്കോ, ഞാൻ കാർ റെഡിയാക്കാം. നമസ്കാരം പൂജാരി. നമസ്കാരം സാർ. നമസ്കാരം. വൈകിപ്പോയതിന് ക്ഷമിക്കണം. വേറൊരു വീട്ടിൽ പൂജ കഴിഞ്ഞ് ഇറങ്ങാൻ അല്പം വൈകിപ്പോയി. സാരല്ല പൂജാരി, ഞങ്ങൾക്കത്ര ധൃതിയൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കോളൂ. ഞങ്ങള് പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വേറെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ തന്നെ ധാരാളം. കുട്ടികളെ പൂജയ്ക്ക് നന്നായി ഒരുക്കിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണനെയും ഗോപികമാരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരേ ഒരു കാര്യമേ കുറവായിട്ടുള്ളൂ. ഉണ്ണിക്കണ്ണൻ അർപ്പിക്കാനുള്ള വെണ്ണ എവിടെ? റെഡിയായിട്ടുണ്ട് പൂജാരി. താങ്കൾ വന്നിട്ട് എടുക്കാന്ന് കരുതി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കേ. റെഡിമെയ്ഡായി കിട്ടുന്ന വെണ്ണയല്ല വേണ്ടത്. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ വെണ്ണ കടഞ്ഞെടുത്ത് ആ വെണ്ണയാണ് അർപ്പിക്കേണ്ടത്. ശരി പൂജാരി. കാർത്തിക, നീ പോയി അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യും. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല ഏട്ടത്തി. ഓൾറെഡി നീറ്റ് ആയിട്ടാ ഞാൻ റെഡി ആയിരിക്കുന്നത്. അതൊക്കെ ചെയ്താ എന്റെ ഡ്രസ്സ് ചീത്തയാകും. വസുവിന് നല്ല ക്ഷീണമുണ്ട് കാർത്തികേ. നിനക്ക് ഈ ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റില്ലേ? ഇളയമേ, നിങ്ങൾ പോയി അത് ചെയ്യൂ.
കാർത്തിക പറഞ്ഞ കേട്ടില്ലേ, എന്റെ സാരിയും ചീത്തയാകും. എന്താ ഞാനിവിടെ ജോലി ചെയ്യാനാണോ നിൽക്കുന്നത്? മുതിർന്നവരെന്ന ബഹുമാനം പോലും തരുന്നില്ലല്ലോ. ഞാൻ ചെന്ന് വെണ്ണ കടഞ്ഞു കൊണ്ടുവരാം. നീ ഇവിടെ നിൽക്ക് വസു, ഞാൻ പോയി ചെയ്തിട്ട് വരാം. വെണ്ണ എത്തുന്നതിന് മുമ്പ് നമുക്ക് പൂജ തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ പൂജാരി. ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അവര് വന്നിട്ട് പൂജ തുടങ്ങാം. ഗസ്റ്റോ? ആരാണ് വസുന്ധര? സുമിത്ര മേഡം നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്താ ഏട്ടത്തി, നമ്മുടെ വീട്ടിലേക്ക് ചെയർമാൻ മാഡം വരുന്നെന്നോ? വാട്ട് എ ഗുഡ് ന്യൂസ് ഏട്ടത്തി. നമ്മുടെ വീട്ടിലേക്ക് മാഡം വരുന്നെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത് ഗുഡ് ന്യൂസ് അല്ലടി, അത് ബാഡ് ന്യൂസാ. നീ എന്തിനാ അവരൊക്കെ വിളിച്ചത് വസു? എന്താ വിളിച്ചാല്? വിളിച്ചാൽ എന്താ തെറ്റാൻറ്റി? ആ കാര്യം മുന്നേ ഒന്നും ഞങ്ങളോട് പറയാറുന്നില്ല എടുത്തി. ഇപ്പൊ എന്ത് സംഭവിച്ചെന്നാ? മാഡത്തിന് നമ്മുടെ വീട്ടിലേക്ക് വന്നൂടെ? വരുന്നത് നമുക്കൊരു അഭിമാനമല്ലേ? എടാ ഭാസ്കറെ, നിനക്ക് ഇപ്പോഴും ബുദ്ധി വളർന്നിട്ടില്ലടാ. അവർ നമ്മളെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവരുടെ കൂടെ ആ ചന്ദ്രശേഖരനും വരില്ലേ? മാഡത്തിന്റെ ബന്ധു ആയതുകൊണ്ട് അയാളും വരും. വരട്ടെ ആന്റി. കാർത്തിക നമ്മൾ ഇന്റർവ്യൂ ചെയ്ത അവരാ. നമ്മുടെ കല്യാണം ആയില്ലെന്ന് പറഞ്ഞ അപ്പോയിന്റ് ചെയ്തേ. ഇപ്പൊ ഇവിടെ വെച്ച് നമ്മളെ കണ്ടാലേ കൈയോടെ പിടിക്കും. നാണവും കെടും, ജോലിയും പോയി കിട്ടും. നിന്റെ ഭാര്യ ഇത്രയും വലിയ ചതി ചെയ്യണോ? ഞങ്ങള് നന്നാവുന്നത് അവക്ക് പിടിക്കുന്നില്ല. അങ്ങനൊന്നും ഇല്ല ഇളയമ്മേ. അവൾ എന്ത് ചെയ്താലും അതിനൊരു കാരണം കാണും. വസു നല്ല കാര്യ ചെയ്തേ. നമ്മുടെ ജോബ് പോകാനാ വസുവേടത്തെ അവരെല്ലാം വിളിച്ചു വരുത്തുന്നത്. തെറുതെ പിടിച്ച ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. മാഡം വീട്ടിലേക്ക് വന്നാ നമ്മൾ പിടിക്കപ്പെടുമെന്ന് വസുവിന് അറിയാത്തോണ്ടാണോ? അപ്പൊ അറിഞ്ഞോണ്ട് എന്തിനാ ഏട്ടാ വസു എടുത്ത് ഈ പണി ചെയ്തേ? നമുക്കെല്ലാവർക്കും ശമ്പളം തരുന്ന മാഡത്തിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? അപ്പോ നിനക്ക് ഒറ്റയൊരുത്തിക്ക് മാത്രം ശമ്പളം കിട്ടിയാ മതിയോ? ഞങ്ങളുടെ ജീവിതവും ജോലിയും ഒക്കെ പാഴാക്കാനാണോ നീ നോക്കുന്നേ? നീ എല്ലാം തീരുമാനിച്ചാണല്ലേ? ഇല്ല ഇളമേ, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല. അപ്പൊ ഏടത്തിയുടെ ഉദ്ദേശം എന്താ? അവർ ഈ വീട്ടിലുള്ള സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒളിച്ചിരിക്കണമെന്നാണോ? അതും ഇന്ന് നല്ലൊരു ദിവസമായിട്ട്. എന്തൊരു ഗതികേടാണ്. വളരെ നല്ല കാര്യം ചെയ്തു വസു. ഇന്ന് നമ്മുടെ എല്ലാ സ്റ്റാഫുകൾക്കും നല്ലൊരു സൂപ്പർ ട്രീറ്റ് കൊടുക്കണം. ഈ കാര്യം ഞങ്ങളോട് നേരത്തെ പറയായിരുന്നില്ലേ? ഞങ്ങളുടെ ജോലിയെല്ലാം പോവെന്ന് ഞങ്ങൾ ഭയന്നു പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ജോലികളൊക്കെ ചെയ്യാൻ നിങ്ങൾ റെഡിയല്ലേ? റെഡിയാണോന്ന് ചോദിച്ചാ അത് പിന്നെ അത് റെഡി ആയില്ലെങ്കിൽ പറഞ്ഞോളൂ. ഈ ചടങ്ങ് കഴിയുന്നത് വരെ പുറകുവശത്ത് പോയി ഒളിച്ചിരിക്കാം. ഇല്ല എടുത്തി, ഞങ്ങൾ സ്റ്റാഫിനെ പോലെ ജോലി ചെയ്തോളാം. നിങ്ങളും അങ്ങനെയാണോ ഇളമേ? അല്ലാതെ വഴിയില്ലല്ലോ. ഈ ഉദ്യോഗമോ ചന്ദ്രശേഖരായിട്ടുള്ള കല്യാണമോ ഞാൻ ഉപേക്ഷിക്കും. നിങ്ങൾക്ക് വസു തന്നെ കറക്റ്റ്. എവിടെ കൊട്ടു കിട്ടുന്നോ അവിടെ കൊട്ടു തരുന്നുണ്ട്.
അതാ സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ട്. ആ